സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന കാര്യം സ്ക്രീനിലൊരു താരം ചെയ്യുമ്പോൾ നമുക്കൊരു രോമാഞ്ചം ഉണ്ടാവില്ലേ? ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വൻ കോമഡി ആയിട്ട് തോന്നിയ വില്ലനൊക്കെ വന്നിട്ട് എന്തോ ഭയങ്കര സംഭവം ചെയ്യാൻ പോവാണ്, പക്ഷേ ആ വന്നതും അത് എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ കോമഡി ആയിട്ടാണ് തോന്നിയത്. എന്തായാലും ആ കോമഡി സീൻ കണ്ട് ചിരിക്കണോ വേണ്ടിയോ ഒന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അത്രയും നേരം അത്യാവശ്യം എന്ന് നമ്മൾ കരുതിയിരുന്ന, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ആ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സീൻ കഴിയുമ്പോൾ ഇതിപ്പോൾ ആ സീൻ നടന്നതിൻ്റെ ഫീൽ പിടിക്കണോ അതോ ചിരിക്കണോ എന്ന് പറയുന്ന ഒരു നിർവികാരതയുടെ ലൈനിലേക്ക് മാറിപ്പോയി എന്ന് തോന്നി. പറഞ്ഞു വരുന്നത് ഇടിയൻ ചന്തു എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിച്ച് തുടങ്ങുമ്പോഴേക്കും സമ്മതിക്കൂല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കഥാഗതിയും പെർഫോമൻസുകളും ഒക്കെ ചേരുന്ന ഒരു സിനിമയാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ല മൊമെൻറ്റ്സ്, അതിൻ്റെ ഓപ്പണിങ്, അതായത് ഇപ്പോൾ ലാലു അലക്സ്, ബിജു സോപാനം തുടങ്ങിയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ചില മൊമെൻറ്റ്സ് ഉണ്ട്. അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ അയ്യോ ഇതുവരെ കണ്ടതൊക്കെ ബോറടിച്ചെങ്കിൽ സാരമില്ല, ഇവിടെ മുതൽ ഞാൻ സിനിമയെ ചിലപ്പോൾ ഇഷ്ടപ്പെടും, ഈ സീൻ എടുത്തു വെച്ചിരിക്കും നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങലും പിന്നെ ചാരിയിരിക്കലും ഏകദേശം ഒരുമിച്ചാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു മ്യൂസിക്കും പിന്നെ ആ ടൈറ്റിൽ ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഈ സിനിമയിലെ ഈ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരുപാട് ലേയേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ആ ഒരു വിഷ്വലൈസേഷനൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പ്രതീക്ഷ തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിലെ കുട്ടികൾ, അവരുടെ ആക്ഷൻ, അതിലവർ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു പ്രതീക്ഷ ഒന്ന് താണു. മാത്രമല്ല ഈ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് പ്രത്യേകിച്ചൊരു എലമെൻ്റ് ഉള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നിയില്ല. ഇപ്പോൾ കട്ടപ്പനയിലെ ഹൃതിക് റോഷനിൽ കുറച്ച് ബലം പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ്, ക്യാരക്ടറിൽ വേറെ ഡിഫറൻസ് ഒന്നും സംഭവിക്കാനില്ല. ഇടിക്കുന്നു, ഇടി നിർത്തുന്നു, പിന്നെ ഉടനീളം ഇടി കൊള്ളുന്നു. ഇത്രയും ഇടി കൊണ്ടിട്ടും ഇടിയൻ ചന്തു എന്നുള്ള ഒരു വിളിയുണ്ടല്ലോ, അതാണ് സങ്കടം. പിന്നെ ലെന അവതരിപ്പിക്കുന്ന കഥാപാത്രം തുടക്കം കണ്ടപ്പോൾ എന്തോ വരാനുണ്ടെന്നുള്ളൊരു ഫീല് തോന്നി, പിന്നെ ഒരു ഫീലും ഉണ്ടായില്ല. +2 സ്കൂൾ കാലഘട്ടം ഒക്കെ കാണിക്കാൻ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഈ സിനിമയുടെ ടീസർ കണ്ട സമയത്തും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ സ്കൂളിലെ കുഞ്ഞു കുഞ്ഞു തമാശകളുണ്ടാവും, അവിടെ ഉണ്ടാകുന്ന ഒരു ബന്ധങ്ങളുണ്ടാവും, അതിൻ്റെ പേരിൽ ടീമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തരെ തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കില്ലല്ലോ എന്ന് പറയുന്ന പോലത്തെ കുറേ എലമെൻറ്റുകളൊക്കെ വർക്ക് ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ഥിരമായി ഈ കൗമാര വേഷങ്ങളിൽ അഭിനയിക്കുന്ന ആളുകളുടെ അവരുടെ മധ്യ യൗവനത്തിലേക്ക് എത്തി നിൽക്കുന്ന, ശരാശരിയിലും താഴെ നിൽക്കുന്ന പ്രകടനങ്ങളും സിനിമയിലെ കുറച്ച് മധ്യ സീനുകളും കുറേ മടുപ്പ് മാത്രമാണ് ആ +2 സീക്വൻസുകളിൽ നിന്ന് എനിക്ക് കിട്ടിയത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമർ വിദ്യാ വിജയകുമാറാണ്. എന്നെ ഇത്രയും വെറുപ്പിച്ച ഒരു പെർഫോമൻസ് സമീപകാലത്തൊന്നും ഒരു സിനിമയിൽ സംഭവിച്ചിട്ടില്ല. അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ആ ക്യാരക്ടർ എഴുതി ഉണ്ടാക്കിയത്, അറ്റ്ലീസ്റ്റ് ആ ക്യാരക്ടറേ സിനിമയിൽ വേണ്ട, ആ ക്യാരക്ടറും അതിൻ്റെ സ്റ്റോറി ലൈനും അതിൽ നിന്ന് ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചിട്ടുള്ള ഇമോഷൻസും ഒന്നുമില്ലാതെ തന്നെ ഇടിയൻ ചന്തുവിൽ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റുകൾ സാധ്യമാകുമായിരുന്നു. പക്ഷേ അതിൻ്റെ പുറകെ ഇങ്ങനെ പോയിട്ട് ഒരാവശ്യമില്ലാതെ തിരികെ കയറ്റി അസാമാന്യമാം വിധം ഓവർ ആക്ടിങ് ഇട്ടിട്ട് ഇത്രയൊന്നും എക്സ്പ്രഷൻസ് ഒന്നും ഈ അടുത്ത കാലത്തൊന്നും ഒരു സിനിമയിലും എല്ലാ പെർഫോമൻസിനെയും കൂടി ചേർത്ത് കഴിഞ്ഞാലും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി മടുപ്പിക്കലിൻ്റെ കൂടെയാണ് നമ്മുടെ നായികയുടെ കൂടെയുള്ള ആളുകൾ, പിന്നെ +2 പിള്ളേർ. ഒരിടത്തും ഒരു ഇമോഷണൽ കണക്റ്റ് ഫീൽ ചെയ്യുകയോ ഒരിഷ്ടം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇഷ്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് ചില സീക്വൻസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും, പക്ഷേ അവിടുന്ന് നമ്മളെ പെട്ടെന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു രീതിയിലാണ് ഇതിലെ പെർഫോമൻസുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. പിന്നെ കോതമംഗലത്തെ സ്പോർട്സ് സ്കൂളുകാരും കേസ് കൊടുക്കാതിരുന്നാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയ്ക്ക് മോശമായിട്ട് ഒരു സ്പോർട്സ് സ്കൂളും അവിടുത്തെ കുട്ടികളും ഒക്കെ എന്താണെന്നറിയോ, ഒന്നും ഇല്ലായ്മയെന്ന്, ഒരു സപ്പോർട്ടും കിട്ടാത്തടത്തുനിന്ന് പട്ടി കണക്കിന് അണച്ച് ഓടി ഉണ്ടാക്കുന്ന, പറയുമ്പോൾ ഇമോഷനാണ്, വേണ്ടത്ര സപ്പോർട്ടൊന്നും കിട്ടാത്ത ഒരു സ്റ്റേറ്റിൽ ഒറ്റയ്ക്ക് അണച്ച് ഓടി ഉണ്ടാക്കിയെടുക്കുന്ന പിള്ളേരാണ്. അവരെ വാർത്തെടുക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളുകളുമാണ്. അങ്ങനൊരു സ്കൂള്, അവിടുത്തെ സ്പോർട്സ് മീറ്റ്, സ്പോർട്സ് കോട്ടയിൽ വന്നു കയറിയ ഒരാൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഓരോ തവണയും അത് കോതമംഗലത്തെ ഒരു സ്പോർട്സ് സ്കൂളാണെന്ന് വീണ്ടും അവതരിപ്പിക്കുമ്പോൾ അതിനിടയ്ക്ക് മയക്കുമരുന്ന് കമ്പനിയൊക്കെ ഉണ്ട്. ഇങ്ങനെ കോമഡി ആയിട്ട് ഞാൻ സത്യം പറയാം, ഇത് കുറച്ച് നാൾ കഴിഞ്ഞാൽ അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ്, ഔട്ട്സ്പോക്കൺ പോലെയുള്ള ചാനലുകൾക്ക് റോസ്റ്റ് ചെയ്യാനുള്ള കോണ്ടൻ്റാണ് ഈ സിനിമയിൽ ഉടനീളം അവർ നിറച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഇതിനെ ഇങ്ങനെ ഒരാളെ ആക്രമിക്കുന്നതൊക്കെ കാണുമ്പോൾ ചോദ്യം ചെയ്യാൻ ഉറപ്പില്ലാത്ത കുട്ടികളുള്ളൊരു സ്ഥലമായി നിങ്ങളൊരു സ്പോർട്സ് സ്കൂൾ, പള്ളുരുത്തി നിന്ന് ഒരുത്തം വന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല LP സ്കൂൾ പിള്ളേരെ പോലെയാണ് സത്യത്തിൽ ഇതിലെ സ്പോർട്സ് സ്കൂൾ പിള്ളേരെ കാണിച്ചിരിക്കുന്നത്. അവരുടെ സ്പോർട്സ് മീറ്റ് കാണിച്ചിരിക്കുന്നത്, അതിനിടയിൽ ഒരാളെ തിരികെ കയറ്റുന്ന പ്രിൻസിപ്പൾ എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ വായിച്ചറിവും കുറച്ച് കുട്ടികളുടെയൊക്കെ ഇൻ്റർവ്യൂ എടുത്തതൊക്കെ ആയിട്ട് എൻ്റെ മനസ്സിൽ കുറേ ചിത്രങ്ങളുണ്ട്. എനിക്ക് അതിനെയൊക്കെ ഭയങ്കര മോശമാക്കി കാണിക്കുന്ന പോലെ തോന്നി.
എനിക്കത് ഭയങ്കര ഫീലായി. ഇതിൻ്റെ ഒക്കെ പുറമെയാണ് അടുത്ത പാർട്ടിൻ്റെ ഒരു ടീസറും കൂടി വെച്ചിരിക്കുന്നത്. അവർ നല്ല ആർട്ടിസ്റ്റാട്ടോ, പക്ഷേ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് എനിക്ക് പറയാൻ തോന്നി പോവാണ്. സ്ക്രിപ്റ്റ്, അതിൻ്റെ എക്സിക്യൂഷൻ, കാസ്റ്റിംഗ്, ആളുകളെ തിരഞ്ഞെടുത്തതിൽ തന്നെ പാളിപ്പോയി. അവരുടെ പെർഫോമൻസുകൾ അതിലേറെ പാളിപ്പോയി. ഇടി ഈ സിനിമയുടെ ഒരാത്മാവായിട്ട് മാറേണ്ടിയിരുന്ന, ഇടിയൻ ചന്തു എന്ന് പേരുണ്ടാക്കി +2 പിള്ളേർ ഇടി കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്ന ഡയലോഗൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു സിനിമ പുറത്തേക്ക് ഇറക്കുമ്പോൾ അതിനങ്ങനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ, പീറ്റർ ഹെയ്ൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ഇടി പ്രതീക്ഷിക്കും. പക്ഷേ എൻ്റെ +2 കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ ഇതിലും ഫ്രഷ് ആയിട്ടുള്ള ഇടി പരിപാടികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിലും കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉള്ള ഇടികളുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അത്രയും, പ്രത്യേകിച്ച് ഇതിനകത്തൊരു വീടിൻ്റെ മുന്നിലെ ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് സീക്വൻസിൽ ഫൈറ്റിൽ ആ സാധനമുണ്ട്, ഈ എടുത്തു പൊക്കുന്നതിൽ അതിലൊക്കെ കുറച്ച് ഹീറോയിക് എലമെൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ അത് എടുത്തു വെച്ചിരിക്കുന്നത് ഒട്ടും ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിലേക്ക് മാറുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇടിക്ക് ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത, ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത രീതിയിലാണ് ഇടിയൻ ചന്തു എനിക്ക് ഫീൽ ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഒരു കടുത്ത നിരാശയായിരുന്നു ഈ സിനിമ. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും തോന്നിയിട്ടുണ്ടാവും. ഇതൊരു ഗംഭീര സിനിമയെ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.